സിദ്ധുവായിരുന്നു ലക്ഷ്യമെങ്കിൽ എനിക്കതാവാം, ഇപ്പോഴും ആവാം, എപ്പോഴും ആവാം. പക്ഷെ അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നിനക്ക് എന്താടി വേണ്ടത്? അയാളെ കാണിച്ചു തരാൻ പറ്റുമോ? എന്റെ നെറ്റി കൊന്നാളെ. എനിക്കറിയാം ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്ന ആളെ കൊലയാളിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്റെ ഏറ്റവും വലിയ സങ്കടത എല്ലാം ഇല്ലാതാക്കിയവൻ ഒരു കുഴപ്പവും കൂടാതെ ജീവിക്കുക. അത് നിങ്ങളുടെ തണല്. മതിയടി, നിർത്ത്. നീ പറഞ്ഞു വരുന്നത് എന്താണെന്നേ എനിക്ക് മനസ്സിലായി. നിന്റെ ആഗ്രഹമൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. പൊട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന വിദ്യയുണ്ടല്ലോ, അതെ ഇവളോട് പുറത്തിറക്കണ്ടെന്ന് പറഞ്ഞേക്കും. പാർവതി, നിനക്ക് മനസ്സിലായോ ഇവളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്? ശത്രുക്കളെ മുഴുവൻ ഇല്ലാതാക്കുക. ആദ്യം നിത്യമോൾ, പിന്നിപ്പോ ശരത്ത്. എടി, അതൊന്നും നടക്കാൻ പോവുന്നില്ല. ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോഴേ അതിനൊന്നും സമ്മതിക്കത്തില്ല. നിത്യെ കൊന്ന ശരത്താണെങ്കിൽ അത് അവൻ തന്നെയാന്ന് ഞാൻ ഉറപ്പിക്കുവാണെങ്കിൽ ഓർത്തു വെച്ചു, 24 മണിക്കൂർ കൂടുതൽ പിന്നെ അവൻ ജീവിച്ചിരിക്കില്ല. നിത്യയുടെ ബലിപിണ്ടത്തില് എള്ളും പോവും തർപ്പണം ചെയ്യുമ്പോ മനസ്സിലൊരു വിട്ടൊരു ശബ്ദമുണ്ട്. അത് ഞാൻ ചെയ്തിരിക്കും. അതിനെനിക്ക് ആരുടെ സമ്മതം ആവശ്യമില്ല. മുത്തശ്ശിയുടെ വേണ്ട, അമ്മയുടെ വേണ്ട. കൊല്ലെന്ന് പറഞ്ഞു